അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപകാരപ്രദമായ അറിവുകൾ, ഇൽമുൻ നാഫിഅ, ഈ ശീർഷകത്തിൽ 12ാമത്തെ ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, വൽ യൗമിൽ ആഖിരി, അതേപോലെ തന്നെ അന്ത്യനാളിലും ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ അല്ലെങ്കിൽ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒന്നുകൂടി പറയാണ്, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽയുക്രിം ജാറഹു, അവനവൻ്റെ ജാറിനെ, അയൽവാസിയെ ബഹുമാനിക്കട്ടെ, അയൽവാസിയെ ആദരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, അവനവൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ. 3 കാര്യങ്ങളാണ് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന ഷർത്തോട് കൂടിയിട്ട് പറയുന്നത്. അഥവാ വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുള്ളെങ്കിൽ, അന്ത്യനാളിൽ വിശ്വാസമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞത് നല്ലത് പറയാം, നല്ല കാര്യങ്ങൾ പറയാം, നന്മ പരത്തുക, അത് വിശ്വാസിയുടെ ബാധ്യത. ഇനി നല്ലതൊന്നും പറയാനില്ല എങ്കിൽ ചീത്ത കാര്യങ്ങൾ പറയല്ല വേണ്ടത്. ലിയസ്മുത്, അവൻ മൗനം പാലിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. ഒരാളെ സംബന്ധിച്ചോ ഒരു കാര്യത്തെ സംബന്ധിച്ചോ ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നിടത്ത് നമുക്ക് നല്ലത് പറയാൻ പറ്റുമെങ്കിൽ നല്ലത് പറയാം. നല്ലത് പറയാൻ ഒന്നുമില്ല എന്ന് വെച്ചാൽ ചീത്ത കാര്യങ്ങൾ പറയല്ല വേണ്ടത്, മറിച്ച് മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുകയാണ് വേണ്ടത്. അതേപോലെ പിന്നീട് പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുലും അന്ത്യനാളിലും വിശ്വാസമുള്ള ആൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിഥിയെ ബഹുമാനിക്കുക, അതേപോലെ തന്നെ അയൽവാസിയെ ബഹുമാനിക്കുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞതും അയൽവാസിയെ ഏറ്റവും പരിഗണിക്കണമെന്ന് പറഞ്ഞതും ഇതേ അർത്ഥത്തിലാണ്. അതുപോലെ തന്നെയാണ് അതിഥിയുടെ കാര്യത്തിലും. മഹാന്മാരായ ആളുകൾ അവരുടെ അടുക്കൽ വരുന്ന ആളുകളോട് വല്ലതും സംസാരിക്കുന്നതിന് മുമ്പ് എവിടെന്നാണ് വന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് അത്യാവശ്യം ആഹാരവും വെള്ളവും സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ വിശപ്പും ദാഹമൊക്കെ മാറ്റിയതിന് ശേഷമായിരുന്നു കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നതെന്ന് കാണാൻ പറ്റും. അതിഥിയെ സൽക്കരിക്കണം, ആവുന്നത്ര ആദരിക്കണം. അതേപോലെ തന്നെ അയൽവാസിയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുന്നയാളെ പറ്റിയാണ് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവൻ എന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. ഇത്തരം സൽക്കർമ്മങ്ങൾ പതിവാക്കുകയും എന്തെങ്കിലും പാളിച്ചകൾ വന്നു പോയെങ്കിൽ തിരുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.